ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ വേഗം തന്നെ പോയി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ടുപേർക്ക് എന്താണെന്ന് വല്ലതും മനസ്സിലായോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഒന്നും അറിയില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചലഞ്ചാണ്. ചലഞ്ച് ചെയ്യാൻ പോകുന്നത് ഞാനല്ല, പപ്പായും അമ്മയും ആണ്. അപ്പൊ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ക്ലൂവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഗസ് ചെയ്യണം. സിനിമ പേരിന്റെ ക്ലൂ ഞാൻ അപ്പം കുറച്ചൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന. അപ്പം അമ്മച്ചി പപ്പായക്കും വിട്ടുകൊടുക്കരുത്, പപ്പ അമ്മച്ചിക്കും വിട്ടുകൊടുക്കരുത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൂവി ഇതാണ്. രണ്ടുപേരും കണ്ടോ? ഞാൻ ക്യാമറയിൽ കൂടെ ഒന്ന് കാണിച്ചേക്കാം. കൊടുത്തിരിക്കുന്ന പടത്തിന്റെ ആ ക്ലൂ അനുസരിച്ച് ആലോചിച്ച് നോക്കാം സിനിമ പേര്. എനി ഐഡിയ? നോ ഐഡിയ. പപ്പായ്ക്ക് എന്തെങ്കിലും കിട്ടിയോ? കളിയാട്ട്. എന്താ ക്ലൂ വെച്ച് നോക്ക്. ഇത് ജയറാമിന്റെ മൂവി. ലേറ്റസ്റ്റ് ഒന്നല്ല, ഇതൊരു ഓൾഡ് മൂവിയാ. പഴയ മൂവി അമ്മച്ചിക്ക് പറയാനൊക്കെ പറ്റുന്ന. നോക്കൂ, നിങ്ങളെ കാണിച്ചാൽ രണ്ടുപേർക്ക് സിനിമ പേര് അത്യാവശ്യം അറിയാമല്ലേ? എന്തുവാന്ന് വെച്ചാൽ അതിനനുസരിച്ച് സിനിമ പേര് കണ്ടുപിടിക്കണം. അതാണ് ചലഞ്ച്. ഇത്രയൊക്കെ സിമ്പിൾ ആക്കിയില്ലേ? ഇനി ഇതിൽ കൂടെ നീ പറയാതെ എന്തുവാണ്? രണ്ടുപേർക്കും കിട്ടിയില്ല, രണ്ടുപേരും തോറ്റ്. അപ്പം ഈ സിനിമയുടെ പേര് വധു ഡോക്ടറാണ്. ഇന്നത്തെ ചലഞ്ച് രണ്ടുപേരും ഫെയിലായി. ഇനി നെക്സ്റ്റ് റൗണ്ട് 2. ആലോചിക്കൂ, പപ്പ വിട്ടുകൊടുക്കരുത്. ഉദാഹരണം സുജാത. അപ്പൊ അമ്മച്ചിക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ ഇത്ര നേരം വീഡിയോ ഓൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഞാൻ ഇപ്പോഴല്ലേ ചലഞ്ച് പറഞ്ഞു. നെക്സ്റ്റ് ആലോചിച്ചോ ഞാൻ പറയാം. ആലോചിച്ചോ. ഉസ്താദ് ഹോട്ടൽ. അമ്മച്ചി സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശരിയാണ് കേട്ടോ. ഒരു കളിയില്ല. കാരണം ദുൽഖറിന്റെ സിനിമ ഉണ്ടൊക്കെ ആയിരിക്കും അമ്മച്ചി ഓർത്ത് വെച്ചിരിക്കുന്നത്. കുഴപ്പമില്ല, പപ്പയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ളത് തരാം, പപ്പ പേടിക്കണ്ട. നോക്കിക്കോ. നെക്സ്റ്റ് മൂവി മണിച്ചിത്രത്താഴ്. പപ്പ സ്കോർ ചെയ്തു. നെക്സ്റ്റ് മൂവി ഉദാഹരണം പറ. ഇതിനകത്ത് വേറെ ഉദാഹരണങ്ങളൊന്നുമില്ല, ആലോചിച്ചുള്ളി കിലുക്കം. അമ്മച്ചി ജയിച്ചോ? പോയിന്റ് ഉണ്ടെന്നുണ്ടോ? പപ്പാക്ക് ഒരു പോയിന്റേ ഉള്ളു, അമ്മച്ചി 3 പോയിന്റ് കേട്ടോ. ഓക്കെ. ഞാനിത് സിനിമയുടെ അടുത്ത പേരാണ് കാണിക്കുന്നുണ്ട്. പപ്പായ്ക്ക് അറിയാവുന്ന മൂവി ആയിരിക്കും. കനകസിംഹാസനം. പപ്പ പുറയിലോട്ട് പോകുന്നു. പപ്പ ഇങ്ങനെ അല്ലായിരുന്നു. അമ്മച്ചക്ക് 4 പോയിന്റ് കേട്ടോ. അപ്പൊ അമ്മച്ചി 4 പോയിന്റുമായിട്ട് ലീഡ് ചെയ്യുകയാണ്. പപ്പായ്ക്ക് 1 പോയിന്റേ ഉള്ളു, വിട്ടു കൊടുക്കരുത്. നോക്കിക്കോ. ഇനി ഞാൻ ചുവ കാണിച്ചില്ല എന്ന് പറയുന്നത്, ചുവ നോക്കിക്കോ. മാമ്പഴം. പപ്പ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയായിരുന്നു. അറിയാക്കി പറയണം. അത് ഞാൻ പറഞ്ഞതിന് മുമ്പ് ചേട്ടൻ ഞാൻ രണ്ടും കൂടെ അടിയിട്ടുണ്ട്. പച്ചക്കുതിര. അവരൊക്കെ കൂടെ കാണണ്ടേ? അതിന് മുമ്പ് പപ്പ പറഞ്ഞു. പപ്പ വാശിയില്ലാട്ടോ. ഇതായിരുന്നു ക്ലൂ. പപ്പ അത് പറഞ്ഞു. പപ്പയ്ക്ക് ഇപ്പൊ എത്ര പോയിന്റ്? 3 പോയിന്റ്. 3 പോയിന്റ്.
അമ്മച്ചേക്ക് 4 പോയിന്റ്. പോയിന്റൊക്കെ എല്ലാവരും ഓർത്ത് വെച്ച് കളിക്കുക. കുറുപ്പ് പോലെ അല്ല, ആലോചിച്ച് നോക്കൂ. പട്ടാഭിഷേകം. രാജാതിരാജ. ഇല്ല, ഇതൊരു ക്ലൂ. ഇത് ഈ സിനിമ പേര് എന്തെങ്കിലും ഒരു ക്ലൂ പറ. ഇതിന്റെ പേര് ഇംഗ്ലീഷ് നെയിമിലാണ് വരുന്നത്. മലയാളത്തിലല്ല നമ്മളെ പേര് പറഞ്ഞത്, ഇംഗ്ലീഷിലാണ്. വേണമെങ്കിൽ നടന്മാരുടെ പേര് പറയാം. പറഞ്ഞോളൂ. ഇന്ദ്രജിത്ത് ഉണ്ട്, ജയസൂര്യ ഉണ്ട്, പിന്നെ പിന്നെ കുഞ്ചാക്കോപ്പനുണ്ട്. ഇവർ 3 പേരുള്ളതാ. അയ്യോ, എനിക്കറിയായിരുന്നു. എനി ഐഡിയ? കത്തുന്നില്ല, പക്ഷെ പേരറിയാം. അവരത്യാവശ്യം അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫൈറ്റ് ചെയ്യുന്ന മാതിരി മൂവി. കിട്ടുന്നില്ല, തോറ്റ്. 2 പേരും തോറ്റ്. സിനിമയുടെ പേര് അവിടെ നിർമ്മിച്ചാൽ സിനിമയുടെ പേര് 3 Kings. എന്നിട്ട് എന്താ പറയാ ഞാൻ. നെക്സ്റ്റ് 2 പേര് നേരെ ഇരി. ക്ലൂ ഒക്കെ ഓർത്ത് വെച്ചോളൂ. ഇത് ഞാൻ കാണട്ടെ. പുലിവാൽ കല്യാണം. യെസ് ആണോ? യെസ്. പപ്പായ്ക്ക് 4 പോയിന്റായി. ഇപ്പം 2 പേരും ടൈ. അമ്മച്ചിക്ക് 4 പോയിന്റ്, പപ്പായ്ക്ക് 4 പോയിന്റ്. പപ്പ പുറകെ ഉണ്ട് മോളെ. അപ്പൊ നെക്സ്റ്റ് മൂവി നേരെ. ഇത് ചിലപ്പോൾ അറിയായിരിക്കും, 2 പേരും കണ്ടുപിടിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ പപ്പ മോശമാണ്. പപ്പായ്ക്ക് അറിയാവുന്ന സിനിമയാണ്, പപ്പ കണ്ടിട്ടുള്ള സിനിമയാണ്. അത് മമ്മൂക്കയുടെ സിനിമയാണ്. അത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ആലോചിച്ച് നോക്കുക സിനിമ. അല്ല, മമ്മൂക്കയുടെ മൂവി. എത്രാമത്തെ വർഷമുള്ള വർഷമൊന്നും എന്നോട് ചോദിക്കരുത്. ഇടിയൊക്കെ ഉള്ള പടമില്ലയോ? എല്ലാ സിനിമയിലും ഇടി ഉണ്ടല്ലോ. ഇടിയല്ല, സ്റ്റണ്ട്. ഇടിയില്ല, സ്റ്റണ്ടേ ഉള്ളൂ. മതി, ഇനി അതിലൊരു തർക്കം വേണ്ട. സിനിമ പേര് പറ. ഇതൊരു സിനിമയുടെ 2ാം ഭാഗമാണ്. സോറി കേട്ടോ. ഇതൊരു സിനിമയുടെ 2ാം ഭാഗം. ഇത് സ്വീറ്റ്സ്. സ്വീറ്റ്സ് ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഇതിൽ ആരാ പോയിന്റ് പറയുന്നതെന്ന് അറിയത്തില്ല. പെട്ടെന്നായിക്കോട്ടെ, സമയം പൊക്കോണ്ടിരിക്കുന്നു. കിട്ടുന്നില്ല. മമ്മൂക്കയുടെ മൂവിയായിരുന്നു മധുരരാജ. 2 പേർക്കും പോയിന്റ് ഇല്ല. മധുരരാജ. അപ്പൊ ഇപ്പൊ പോയിന്റ് അമ്മയ്ക്ക് 4, പപ്പായ്ക്ക് 5. അപ്പം ഇനി മുന്നോട്ട് പോകുന്ന നമുക്ക് നോക്കാം. ഇനി ആരാ ജയിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്കറിയാം. നോക്കിക്കോ, ചിഹ്നങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, ക്ലൂ ഒക്കെ നോക്കിക്കോ. സെൻട്രൽ ജയിൽ. ഫുൾ ക്ലൂ നോക്കി വേണം പറയാം. വെൽക്കം ടു സെൻട്രൽ ജയിൽ. യെസ്, മൊത്തം എല്ലാ ക്ലൂവും ചേർത്ത് പറയുന്നതിനാണ് പോയിന്റ്. ആദ്യം ശ്രദ്ധ വേണം. അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു. ഞാൻ ജയിലേ കണ്ടുള്ളൂ. അത് നോക്കണം ഫുൾ. ലാസ്റ്റ് നിനക്ക് അതേ ഉള്ളൂ. അയ്യോ. അപ്പം പപ്പായ്ക്ക് ഇപ്പോൾ 6 പോയിന്റ്, അമ്മയ്ക്ക് 4 പോയിന്റ്, 2 പോയിന്റ് ഉപയോഗിച്ച 6 പോയിന്റ് കിട്ടും. അപ്പം ഇനി നെക്സ്റ്റ്. അപ്പോൾ നോക്കിക്കോ, ക്ലൂ ഒക്കെ ശ്രദ്ധിച്ചോ. ഇനി ഞാൻ കാണിച്ചില്ല പറയാല്, എല്ലാ ക്ലൂ ഒക്കെ നോക്കിക്കോ. കിളിച്ചുണ്ടൻ മാമ്പഴം. അതെനിക്കും അറിയായിരുന്നു. പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 5, 6. ഇതാണ് സിനിമ. ഇതാണ് എല്ലാം ക്ലൂ നോക്കിക്ക് ചുവ നോക്കണേ. എല്ലാ ക്ലൂവും അല്ല. നോക്ക്, ആദ്യത്തേത് ശരിയാ.
ബാക്കി ക്ലൂ നോക്ക്, ഓരോ ക്ലൂ എന്താണെന്ന് ചിന്തിച്ച് നോക്ക്. ഇടയ്ക്കത്തെ അത് ഗോസ്റ്റിന്റെ ഒരു സിമ്പിൾ. ഗോസ്റ്റ് നഗർ. യോ യോ ഇൻഗോസ്റ്റ് നഗർ. അല്ല, അല്ലയോ, അതെന്റെ ഇടയ്ക്കിലുണ്ട്. ഇൻഗോസ്റ്റ് പകുതി ശരിയായി, ലാസ്റ്റ് ശരി അല്ലല്ല, ലാസ്റ്റ് ശരിയായില്ല, രണ്ടുപേരും ലാസ്റ്റ് ശരിയായില്ല. ഇൻഗോഡ് നഗർ. അല്ലല്ല, ഇത് നഗരല്ലല്ലോ. ഈ ഒരു ക്ലൂ എന്തുവാ കാണിച്ചേക്കുന്നേ? വീട്. ആ, അതൊന്ന് ഇംഗ്ലീഷിലാക്കി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇൻഗോഡ് ഹൗസ്. ആ, പപ്പാക്ക് കിട്ടി. ഇതെന്ന് പറയുന്നത് 4 ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു. ആ, അപ്പം ഇപ്പം പോയിന്റ് അമ്മയ്ക്ക് 5, പപ്പായ്ക്ക് 7. 7 8 ഇല്ല, 7 ഉള്ളു. എനിക്ക് തോന്നുന്നു ഇനി 7 ആയാലും 8 ആയാലും ഇപ്പൊ ജയിച്ചിരിക്കുന്നത് പപ്പയ. ആദ്യം കുറച്ചൊക്കെ മുമ്പേ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അമ്മയായിരിക്കും ജയിക്കുന്നത്, പക്ഷെ വിട്ടുകൊടുത്തില്ല. പപ്പ ഇവിടെ ജയിച്ചിരിക്കുകയാണ്. ജയിച്ച നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഇവിടെ എങ്ങനെങ്കിലും പരാജയപ്പെടുത്തുക എന്നുള്ളത് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അത് സാധിച്ചു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇനിയിപ്പോൾ ഇതുപോലത്തെ ചലഞ്ചസ് ഒക്കെ വേണമെന്ന് ആഗ്രഹം? വേണം അയ്യോ വേണം. അമ്മയ്ക്ക് എനിക്ക് വേണം. പപ്പായെ തോപ്പിച്ച് കിട്ടുന്ന ഏത് നിമിഷവും എനിക്ക് സന്തോഷമാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാൻ തോറ്റുപോയി. ഫോട്ടോ സാരമില്ല, അടുത്ത ചലഞ്ചിൽ നമുക്കൊന്ന് പരിഹരിക്കാം. തൽക്കാലം നമുക്കൊന്ന് വിട്ടുകൊടുത്തേക്കാം, പോട്ടെ, സാരമില്ല. അപ്പോഴത്തേക്ക് പപ്പായ അല്ല, സിനിമ പേരിൽ എന്നാലും പപ്പ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് അറിയാമല്ലോ. പിന്നെ അതിൽ പിന്നെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇനിയും ചലഞ്ച് വീഡിയോസൊക്കെ നമ്മൾ ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോഴേക്കും ബൈ.